പട്ടംകോട് ശുശ്രൂഷയിൽ അത്യഭിവന്ദ്യ കാതോലിക്ക ബാവ തിരുമേനിയുടെ പ്രസംഗം. അഭിനന്യ പിതാക്കന്മാരെ, നവാഭിഷിക്തരായ വൈദിക സഹോദരങ്ങളെ, വിശിഷ്ട അതിഥികളെ, ബഹുമാനപ്പെട്ട വൈദികരെ, സിസ്റ്റേഴ്സ്, പ്രിയപ്പെട്ട നവവൈദികരുടെ മാതാപിതാക്കളെ, കുടുംബാംഗങ്ങളെ, കർത്താവിനാൽ ഏറ്റവും സ്നേഹിക്കപ്പെടുന്ന സഭാമക്കളെ, നാം എല്ലാവരും ഏറെ സന്തോഷത്തോടും ഏറെ സംതൃപ്തിയോടും ആത്മനിറവിലായിരിക്കുന്ന ഒരു സന്ദർഭമാണിത്. നമ്മുടെ സഭയെ സംബന്ധിച്ചും മേജർ അതിരൂപതയെ സംബന്ധിച്ചും നിങ്ങളുടെ കുടുംബങ്ങളെ സംബന്ധിച്ചും വലിയ അനുഗ്രഹത്തിൻ്റെ ഒരു ദിവസമാണ്. 11 വർഷക്കാലത്തെ തീവ്രമായ ഒരുക്കത്തിൻ്റെയും പ്രാർത്ഥനയുടെയും അനേകായിരങ്ങളുടെ ദൈവത്തിനുമുൻപാകെയുള്ള അപേക്ഷയുടെയും സ്വർഗം പ്രസാദിച്ചതിൻ്റെയും എല്ലാം അടയാളമായി നമുക്ക് നവവൈദികരെ ലഭിച്ചിരിക്കുന്നു. നമുക്ക് ഈ വർഷം മേജർ അതിഭദ്രാസനത്തിന് 7 നവവൈദികരെയാണ് ലഭിച്ചിരിക്കുന്നത്. 7 എന്നത് വേദപുസ്തകപരമായി ഒരു പൂർണ്ണ സംഖ്യയാണ്. പൗരോഹിത്യത്തിലും അഭിവന്യ പിതാക്കന്മാരുടെ ഈ വലിയ ബന്ധവും സ്നേഹവും ഒരു വേറിട്ട അനുഭവമാണ്. അഭിവന്യ പിതാക്കന്മാരോട് മേജർ അതിഭദ്രാസനത്തിൻ്റെ അധ്യക്ഷൻ എന്ന നിലയിൽ വ്യക്തിപരമായി ഹൃദയപൂർവമായ നന്ദി ഈ സമയത്ത് ഞാൻ അറിയിക്കുന്നു. നമ്മുടെ ഈ നവവൈദികരെ പരിശീലിപ്പിച്ച മൈനർ സെമിനാരി മുതൽ തത്വശാസ്ത്ര പഠനം, ദൈവശാസ്ത്ര പഠനം, അവരുടെ റീജൻസി കാലം, ഡയക്കണേറ്റ് മിനിസ്ട്രിയുടെ കാലം, ഇവിടെയെല്ലാം ഏറ്റവും ചേർത്ത് സെമിനാരിയിലേക്ക് പ്രവേശിക്കുമ്പോൾ വികാരിമാരായി സേവനമനുഷ്ഠിച്ചിട്ടുള്ളവർ, ഇടവകയിൽ വിവിധ കാലഘട്ടത്തിൽ ശുശ്രൂഷിച്ചിട്ടുള്ളവർ, ഇപ്പോൾ വൈദിക പട്ടവും പുത്തൻ കുർബാനയും ഇടവകയിൽ സന്തോഷത്തോടുകൂടി ആ കൂട്ടായ്മയുടെ വലിയൊരു അനുഭവമായി ആഘോഷിക്കുവാൻ നിയോഗിക്കപ്പെട്ടിട്ടുള്ള വൈദികർ, കുടുംബങ്ങളിൽ നിന്നുള്ള വൈദികർ, എല്ലാവരെയും ഏറെ സന്തോഷത്തോടുകൂടി ഞാൻ വ്യക്തിപരമായി സഭയുടെ നാമത്തിൽ ഒക്കെ ഓർക്കുകയാണ്. നമ്മളുടെ സെമിനാരി പഠനകാലത്ത് ഇവർക്ക് തത്വശാസ്ത്ര പഠനകാലത്ത് ഇവരെ ഏറെ സഹായിച്ചിട്ടുള്ള വിവിധ സെമിനാരികളുണ്ട്. ആലുവയിലെ ലിറ്റിൽ ഫ്ലവർ സെമിനാരിയിൽ നിന്നുള്ള ബഹുമാനപ്പെട്ട റെക്ടറച്ചനും അതുപോലെ തന്നെ സെമിനാരിയിലെ മറ്റ് വൈദികർ, അധ്യാപകരായിട്ടുള്ളവർ ഇന്ന് ഇവിടെ സന്നിഹിതരാണ്. ബഹുമാനപ്പെട്ട ഫ്രാൻസിസ് അച്ഛനോടൊപ്പം ഇവിടെ വന്ന് ഈ ശുശ്രൂഷയിൽ മുഴുവൻ സമയവും പ്രാർത്ഥനാപൂർവം പങ്കെടുത്ത നിങ്ങളുടെ വലിയ സ്നേഹത്തിനും കരുതലിനുമെല്ലാം ഞാൻ പ്രത്യേകം നന്ദി പറയുന്നു. നിങ്ങൾ ഒരു ഫിലോസഫി പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ വളരെ ചുറുചുറുക്കുള്ള ചെറുപ്പക്കാരാണ് നിങ്ങളുടെ ഒപ്പം പഠിച്ചതെന്നറിയാം. നിങ്ങളവരെ പ്രാർത്ഥനാപൂർവം ഒരുക്കി പൗരോഹിത്യത്തിൻ്റെ വഴിയിലേക്ക് നിങ്ങൾ നന്മയിൽ മുൻപിൽ നടന്ന് അവരെ പരിശീലിപ്പിച്ചു എന്നുള്ളതും ഏറെ സന്തോഷത്തോടു കൂടി ഞാൻ ഓർക്കുന്നു. പ്രിയപ്പെട്ട ലിറ്റിൽ ഫ്ലവർ സെമിനാരിയിൽ നിന്ന് ദീർഘദൂരം യാത്ര ചെയ്ത് ഇവിടെ വന്ന് ഈ ശുശ്രൂഷയിൽ സംബന്ധിച്ച് നമ്മെ അനുഗ്രഹിക്കുന്ന, നമ്മോടൊപ്പം ഉണ്ട് എന്ന് നമുക്ക് നല്ല ഉറപ്പ് തരുന്ന പ്രിയപ്പെട്ട വൈദിക സഹോദരങ്ങളെ എല്ലാവരെയും, നിങ്ങളെല്ലാവരുടെയും ഒരു നിറഞ്ഞ കയ്യടി കൊടുത്ത് നമ്മുടെ സന്തോഷം പ്രത്യേകമായി ഞാൻ അറിയിക്കുന്നു. നമ്മുടെ മൈനർ സെമിനാരിയിലെ റെക്ടറച്ചന്മാർ, ഇപ്പോൾ റെക്ടറായിരിക്കുന്ന പെരിയ ബഹുമാനപ്പെട്ട ഷീൻ പാലക്കുഴി അച്ഛൻ, സെമിനാരിയിലെ ആധ്യാത്മിക പിതാവ്, സെമിനാരിയിലുള്ള പ്രിയപ്പെട്ട അച്ഛന്മാർ,
നമ്മുടെ മേജർ സെമിനാരിയുടെ റെക്ടർ വലിയ ബഹുമാനപ്പെട്ട എബ്രഹാം ചരിയവരുടെ അച്ഛനും സെമിനാരിയിൽ ഇവർക്ക് ദൈവശാസ്ത്ര പഠനം പൂർത്തീകരിക്കുന്നതിനും ആധ്യാത്മിക പരിശീലനം നൽകുന്നതിനുമെല്ലാം നേതൃത്വം നൽകിയ നമ്മുടെ സഭയിലെ തന്നെ ഏറ്റവും ബഹുമാന്യരായ വൈദിക സഹോദരങ്ങൾ. നാലാഞ്ചിറയിലെ നമ്മുടെ സെമിനാരിയിലാണ് അവർ ദൈവശാസ്ത്ര പഠനം പൂർത്തിയാക്കിയത്. പ്രിയപ്പെട്ട സെമിനാരിയിലെ എല്ലാ അച്ഛന്മാരെയും റക്ടച്ചനോടൊപ്പം ഇവിടെ വന്നിട്ടുള്ള, ഇന്നിവിടെ വരാൻ സാധിക്കാതെ ദൂരസ്ഥലങ്ങളിലൊക്കെ ആയിരിക്കുന്ന നമ്മുടെ സെമിനാരിയിലെ എല്ലാ വൈദിക സഹോദരങ്ങളെയും സന്തോഷത്തോടുകൂടി നന്ദിയോടുകൂടി ഞാൻ ഈ സമയം ഓർക്കുന്നു. ഞാൻ വിചാരിച്ച് മറന്നുപോയത്. ഇവരുടെ ജീവിതത്തിൽ ഏറെ സന്തോഷത്തോടുകൂടി ഞങ്ങളെല്ലാവരും കാണുന്നത് ഇവരുടെ മാതാപിതാക്കളെയാണ്. ഈ ഒരു നിമിഷത്തിന് വേണ്ടിയും ഈ ഒരു ദിവസത്തിന് വേണ്ടിയും നിങ്ങൾ ഏറ്റെടുത്തിട്ടുള്ള വലിയ ത്യാഗവും സമർപ്പണവും അത് ഞങ്ങളെല്ലാവരും സന്തോഷത്തോടെ നോക്കി കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് നിങ്ങൾ ഈ വിശുദ്ധ കുർബാനയിൽ സംബന്ധിക്കുമ്പോൾ നിങ്ങളിതുവരെയും ജീവിതത്തിൽ അനുഭവിച്ചിട്ടില്ലാത്ത ഒരു പുതിയ ദൈവാനുഭവത്തിലാണ് എന്നത് എല്ലാവർക്കും ബോധ്യപ്പെടുന്ന അനുഭവമാണ്. നിങ്ങളുടെ ജീവിതത്തിൻ്റെ എല്ലാ ശ്രദ്ധയും ഏകാഗ്രതയും നിങ്ങളുടെ മക്കൾ ബലിപീഠത്തോട് അടുക്കുന്നതിന് നിങ്ങൾ മാറ്റിവെച്ചവരാണ്. നിങ്ങളുടെ കുടുംബത്ത് ഇപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ മകൻ ഒരു വൈദികനായി നിങ്ങൾക്ക് ലഭിച്ചിരിക്കുന്നു. നിങ്ങളുടെ മകൻ ഒരു വൈദികനാകാൻ പഠിക്കുന്നു എന്ന് ഇന്നലെ വൈകുന്നേരം വരെ നിങ്ങൾ പറഞ്ഞിരുന്നു, മറ്റാളുകളും പറഞ്ഞിരുന്നു. ഇന്നു മുതൽ നമ്മുടെ ഇടവക്കാരും മറ്റുള്ളവരും പറയും, അച്ഛൻ്റെ അമ്മയാണ് പോകുന്നത്, അച്ഛൻ്റെ അപ്പനാണ് ആ നിൽക്കുന്നത്. അത് നിങ്ങൾ യാത്ര ചെയ്യുമ്പോൾ മാത്രമല്ല, പള്ളിയിലെ പൊതുയോഗത്തിൽ സംബന്ധിക്കുമ്പോഴും ആളുകൾ പറയും, അച്ഛൻ്റെ അപ്പനാണ് സംസാരിക്കുന്നത്, അച്ഛൻ്റെ അമ്മയാണ് സംസാരിക്കുന്നത് എന്നൊക്കെ. പ്രത്യേകം നിങ്ങളുടെ ഒരു ഐഡൻറ്റിറ്റിയിൽ ഒരു മാറ്റം വന്നിരിക്കുന്നു. അത് അഹങ്കരിക്കാനല്ല, മറിച്ച് കർത്താവിൻ്റെ പുരോഹിതനായി നിങ്ങളുടെ ഒരു മകൻ ദൈവം ഔദാര്യത്തിലും വാത്സല്യത്തിലും അങ്ങനെ നൽകിയിരിക്കുന്നു. സഹോദരങ്ങളായിരിക്കുന്നവർക്ക് നിങ്ങളുടെ ഒരു സഹോദരൻ വൈദികനാണ്. ബലിപീഠത്തിൽ കുർബാനയർപ്പിച്ച് നിങ്ങളെയും ഓർത്ത് പ്രാർത്ഥിക്കുന്ന ഒരു വൈദികനാണ്. അത് നിങ്ങൾക്ക് കുടുംബങ്ങൾക്ക് വലിയ അനുഗ്രഹമായിരിക്കട്ടെ എന്ന് പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെ എല്ലാവരുടെയും ഇടവകയിൽ പുത്തൻ കുർബാനയ്ക്ക് വരുന്നത് കൊണ്ട് ഞാൻ ദീർഘമായി ഇപ്പോൾ സംസാരിക്കുന്നില്ല. അന്ന് വരുമ്പോൾ 1-1.5 മണിക്കൂറോ വല്ലോ ഞാൻ സംസാരിച്ചുകൊള്ളാം, ബാക്കി മറ്റുള്ളവർ സംസാരിക്കട്ടെ. ഇന്ന് ദീർഘമായി സംസാരിക്കുന്നില്ല. സുദീർഘമായ ശുശ്രൂഷയിൽ നിങ്ങൾ ഇന്നലെ വന്നവരുണ്ട്, ഇന്ന് രാവിലെ നേരത്തെ വന്നവരുണ്ട്. നിങ്ങൾ ത്യാഗമെടുത്ത് അതിൽ മുഴുവൻ സമയവും പ്രാർത്ഥിച്ച് പങ്കുകാരായതിൽ വലിയ സന്തോഷം, അതിൻ്റെ അനുഗ്രഹം നിങ്ങൾക്ക് ലഭിക്കും. നമ്മുടെ സഭയെ സംബന്ധിച്ചും മേജർ അധിപതിരാസനത്തെ സംബന്ധിച്ചും നമുക്ക് ലഭിച്ചിരിക്കുന്ന 7 വൈദികർ ഒരു നല്ല തീഷ്ണതയുള്ള സമർപ്പണമുള്ള വൈദികരാണ്. അവരുടെ പൗരോഹിത്യ ശുശ്രൂഷ സഭയ്ക്ക് വേണ്ടി അവർ പൂർണ്ണമായി വിട്ടുകൊടുക്കുകയാണ്, സമർപ്പിക്കുകയാണ്. ആ സമർപ്പണത്തിൽ നിങ്ങളെല്ലാവരും കൂടെ ഉണ്ടാകണം. ബലിപീഠത്തോട് ചേർന്ന് നിൽക്കുന്നതിൽ നിങ്ങൾ നിരന്തരമായി അവരെ ബലപ്പെടുത്തണം. കർത്താവിൻ്റെ മുമ്പിൽ എല്ലാ ജനത്തിനും വേണ്ടി കരങ്ങൾ ഉയർത്തുവാൻ അവർ പരിശ്രമിക്കുമ്പോൾ നിങ്ങൾ അവരുടെ കരങ്ങൾക്ക് ബലമേകണം. പാവപ്പെട്ട മനുഷ്യർക്ക് നന്മ ചെയ്യുന്നത് കാണുമ്പോൾ നിങ്ങൾ അവരെ പ്രോത്സാഹിപ്പിക്കണം. സഭയുടെ ശുശ്രൂഷകൾ ഏത് നിയോഗം നൽകിയാലും പൂർണ്ണ മനസ്സോടുകൂടി അത് സ്വീകരിക്കുന്നതിന് നിങ്ങളവരെ നിർബന്ധിക്കണം.
2 ദിവസത്തിൽ കൂടുതൽ വീട്ടിൽ കറങ്ങിയാൽ എന്താണ് എന്ന് നിങ്ങൾ ചോദിക്കണം. നിങ്ങളുടെ കുടുംബത്തിന് അനുഗ്രഹം ലഭിക്കുന്നത് ഒരു സ്ഥിരമായി നിങ്ങളുടെ വീട്ടിൽ വന്ന് വിശ്രമിക്കുമ്പോഴല്ല. അവർ ദൈവനാമത്തിൽ ത്യാഗമേറ്റെടുക്കുമ്പോഴും ക്ലേശിക്കുന്നവരുടെ കൂട്ടത്തിൽ കർത്താവിൻ്റെ കാരുണ്യം കാണിച്ചു കൊടുക്കുമ്പോഴുമാണ്. നിങ്ങൾ അവരെ ഒരിക്കലും ദ്രവ്യാസക്തിയും പണം സമ്പാദിക്കുന്നതിനൊക്കെയുള്ള ആസക്തിയുള്ളവരാക്കി ഒരു കാരണവശാലും തീർക്കരുത്. നിങ്ങളുടെ സ്നേഹത്തിൻ്റെ കൂടുതൽ കൊണ്ട് അവർക്ക് ആഡംബര വസ്തുക്കൾ വാങ്ങിച്ചു കൊടുക്കരുത്. നിങ്ങൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. അവർക്ക് നല്ല ആരോഗ്യമുള്ള മക്കളാണ്. 2-3 മോട്ടോർ സൈക്കിൾ ഒരു സമയത്ത് ഓടിക്കാൻ ആരോഗ്യമുള്ളവരാണ്. അവർക്ക് JCB വാങ്ങിച്ചു കൊടുത്ത് അവരെ മടിയന്മാരാക്കരുത്. 4 വീലർ എന്നുള്ളത് 5 വർഷം കഴിഞ്ഞിട്ട് നിങ്ങൾ ആലോചിക്കേണ്ടതില്ല. അവർക്ക് ആവശ്യമുണ്ടെങ്കിൽ അവരാലോചിച്ചോളും. 4 വീലിൽ യാത്ര ചെയ്യുന്ന ആ സൗകര്യം ഈ പൂർണ്ണ ആരോഗ്യമുള്ള ഈ മക്കൾക്ക് ഇപ്പോൾ ആവശ്യമില്ല. മാതാപിതാക്കളെ, നിങ്ങളുടെ യുവത്വത്തിൻ്റെ കാലത്തും ചെറുപ്പകാലത്തും നമ്മുടെ മേജർ അതിരൂപതയിലെ ഇടവകളാണല്ലോ 4-5 പള്ളികൾ നോക്കിയിരുന്ന അച്ഛന്മാർ അവിടെ വന്നിരുന്നത് എങ്ങനെയാണ് എന്നറിയാം. കാലമേറെ പുരോഗമിച്ചു. അതറിയാത്തവരല്ല നമ്മൾ. ക്ലേശം ഏറ്റെടുക്കേണ്ടതിന് അങ്ങനെയേ മതിയാവുകയുള്ളൂ. അതുകൊണ്ട് അവർക്ക് ആരോഗ്യമുള്ള കാലം പൂർണ്ണ ആരോഗ്യത്തോടു കൂടി ശുശ്രൂഷ ചെയ്യുന്നതിന് നിങ്ങൾ അവരെ നിർബന്ധിക്കണം. കാറ് എന്ന് പറയുന്നത് ഒന്നും വലിയ ലക്ഷറി അല്ല എന്ന് കരുതുന്ന ആളുകളുണ്ട്. അതവരെ സംബന്ധിച്ച് ശരിയാണ്, 100% ശരിയാണ്. പക്ഷേ നമ്മളുടെ ഒറ്റ കാര്യം ഇതേ ഉള്ളൂ, നമുക്കിപ്പോൾ അത് ആവശ്യമില്ല എന്ന് മാത്രം. വാഹനം മോശമാണെന്ന് ആരോടും പറയരുത്, വാഹനം നല്ലതാണ്. പക്ഷെ നമ്മുടെ ഈ മക്കൾ മഴയൊക്കെ നനഞ്ഞും ഓവർകോട്ടിട്ടും മോട്ടോർ സൈക്കിളിൽ ഏൽപ്പിച്ച പള്ളികളിൽ പോയി ശുശ്രൂഷ ചെയ്തും നനഞ്ഞ് മേടയിലേക്ക് വന്ന് തലതോർത്തി അകത്തേക്ക് പ്രവേശിക്കുമ്പോൾ അതൊരനുഭവമാണ്. എന്നവരുടെ മുഖത്തേക്ക് നോക്കുകയായിരുന്നു. പട്ടത്തിന് വന്ന സമയത്തെ സന്തോഷം ഒക്കെ ഇവരിൽ വർദ്ധമാനമാകുന്നത് അങ്ങനെയാണ്. ഇവിടെ ഇരിക്കുന്ന സഭാമക്കൾ ആരും ഞാൻ ഈ പറഞ്ഞതിൽ നിന്ന് വിരുദ്ധമായി പ്രവർത്തിക്കരുത്. നിങ്ങളുടെ കയ്യിൽ ഒരു പക്ഷേ അവർക്ക് 2 കാറ് വാങ്ങിച്ചു കൊടുക്കാനുള്ള പണം കാണും. നിങ്ങളതിന് മുതിരരുത്, അവരെ അലസരാക്കരുത്, അവരെ ഈ കാര്യത്തിൽ നിന്ന് പുറകോട്ട് കൊണ്ടുപോകരുത്. ആവശ്യമുള്ള കാലത്ത് നിങ്ങൾ സഹായിച്ചാൽ അത് നിങ്ങൾക്ക് അനുഗ്രഹമാകും. അതുകൊണ്ട് ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് ഞാൻ കരുതുന്നു. മനസ്സിലായില്ലെങ്കിൽ പരിശുദ്ധാത്മാവ് ബാക്കി നിങ്ങൾക്ക് വെളിപ്പെടുത്തി തരും. നിങ്ങൾ അവരെ സ്നേഹിക്കുന്നെങ്കിൽ കർത്താവിൻ്റെ പുരോഹിതന്മാരായി നിലനിർത്താനുള്ള സ്നേഹമാണ് മാതാപിതാക്കളിൽ നിന്നും സഹോദരങ്ങളിൽ നിന്നും കുടുംബാംഗങ്ങളിൽ നിന്നും സഭാമക്കളിൽ നിന്നും സ്വർഗം ആഗ്രഹിക്കുന്നത് എന്നത് ഞാൻ നിങ്ങളോട് പങ്കുവച്ചു എന്ന് മാത്രം. വിപരീതമായി ചെയ്യുന്ന കാര്യത്തിന് ഒമോലോഗിയോയിൽ ഓർമ്മിച്ചതുപോലെ ആ തെറ്റുകളിൽ നിന്നെല്ലാം ഞാൻ പൂർണ്ണ വിമുക്തനാകുന്നു. അതിൻ്റെ പേരിൽ ഞാൻ ശിക്ഷിക്കപ്പെടുകയും ഇല്ല എന്നുള്ളതും പരമാർത്ഥം. ദൈവം ഈ മക്കൾക്ക് നൽകിയ പൗരോഹിത്യത്തിൻ്റെ നൽവരങ്ങൾ അനേകായിരം കുടുംബങ്ങൾക്ക് പങ്കുവെച്ചു കൊടുക്കുന്നതിന്, ഇവരുടെ കാലുകൾക്ക് ബലം, ഇവരുടെ മനസ്സിന് നല്ല തുറവി, എല്ലാ മനുഷ്യരെയും ബഹുമാനിക്കുന്നതിന് ഇവർക്ക് നല്ല ഔത്സുക്യം, അതെല്ലാം സ്വർഗം നൽകട്ടെ. നല്ല സ്നേഹമുള്ള മക്കളാണ്, നല്ല കരുതലുള്ള പുരോഹിതന്മാരാണ്, വളരെ തീക്ഷ്ണതയുള്ള കൊച്ചച്ഛന്മാരാണ്. അതിൻ്റെ സമൃദ്ധിയിൽ മുൻപോട്ട് പോകുന്നതിന് ദൈവം സഹായിക്കട്ടെ. ഈ പരിശുദ്ധമായ ദിവസം, ഈ ശുശ്രൂഷ ഇത്രയും അനുഗ്രഹത്തോടുകൂടി ക്രമീകരിക്കുന്നതിന് ഏറ്റവും പ്രധാനമായി ദൈവത്തിൻ്റെ കരുണയോട് ചേർന്ന്
നമ്മുടെ പുണ്യപിതാവിൻ്റെ മാധ്യസ്ഥമുണ്ട് എന്നുള്ളത് പരമാർത്ഥമാണ്. ധന്യന്മാർ ഇവാനിയോസ് പിതാവിൻ്റെ പുരോഹിതന്മാരാണിവർ. പിതാവ് കബറടങ്ങിയിരിക്കുന്ന ഈ ദേവാലയത്തിൽ പിതാവ് തന്നെ സ്ഥാനം കണ്ടെത്തി വച്ചിട്ടുള്ള ബലിപീഠത്തിൻ്റെ നേരെ താഴെയുള്ള പിതാവിൻ്റെ ഖബറ് ബലിപീഠത്തിൽ ധൂപം അർപ്പിക്കുമ്പോൾ അനുസ്മരിക്കപ്പെടുന്ന പുണ്യനാമമായി നമ്മുടെ പിതാവിൻ്റെ അനുഗ്രഹിക്കപ്പെട്ട ജീവിതം ഇവരുടെ മുമ്പിൽ എന്നും ബലമായിരിക്കട്ടെ. ഞങ്ങളുടെ ഭാഗ്യങ്ങളുടെ കലവറ എന്ന് വിശേഷിപ്പിക്കുമ്പോൾ അതിവർക്ക് പൗരോഹിത്യത്തിൽ ഭാഗ്യം തുറന്നു കൊടുക്കുന്ന, കൃപ എത്തിച്ചു കൊടുക്കുന്ന ഉറവിടമായി അത് എന്നും മുൻപിലുണ്ടാകട്ടെ. അവരെ സമൃദ്ധമായി ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ കത്തീഡ്രൽ ദേവാലയം എപ്പോഴും നമുക്ക് ഏതൊരു ശുശ്രൂഷയ്ക്കും, സഭയുടെ പൊതുവായ ശുശ്രൂഷയ്ക്കും, മേജർ അതിഭദ്രാസനത്തിൻ്റെ ശുശ്രൂഷകൾക്കും എല്ലാത്തിനും തുറന്ന മനസ്സോടുകൂടി ലഭിക്കുന്ന ഒരു ദേവാലയമാണ്. ഈ ദേവാലയത്തിൻ്റെ പ്രത്യേകതയും സ്വഭാവവും അതുതന്നെയാണ്. എന്നാൽ അത് കൈകാര്യം ചെയ്യുന്ന ആളുകൾ ഏറെ ഊഷ്മളതയിലും ഔദാര്യത്തിലും പ്രവർത്തിക്കുമ്പോൾ നമുക്കത് അനുഭവമായി സ്വീകരിക്കപ്പെടും. പ്രിയ ബഹുമാനപ്പെട്ട വികാരി അച്ഛൻ, കത്തീഡ്രലിൻ്റെ വികാരി ജോർജ് തോമസ് അച്ഛൻ, അതുപോലെ തന്നെ സഹവികാരി പ്രിയ ബഹുമാനപ്പെട്ട മലയിലച്ഛൻ, അതുപോലെ ഈ ഇടവകയിലെ ട്രസ്റ്റി, സെക്രട്ടറി, ഭരണസമിതി അംഗങ്ങൾ, ഇവിടുത്തെ അമ്മമാർ, ഇവിടുത്തെ മുതിർന്ന മാതാപിതാക്കൾ, യുവതി യുവാക്കൾ, കുഞ്ഞുങ്ങൾ, അവരെല്ലാം ഈ ദേവാലയത്തിലെ ഓരോ പ്രധാന ശുശ്രൂഷകൾ വരുമ്പോഴും ഒരുമിച്ച് വന്നു നിന്ന് ദേവാലയത്തിലെ എല്ലാ ശുശ്രൂഷകളും ഇതിനാവശ്യമായിട്ടുള്ള എല്ലാ സജ്ജീകരണങ്ങളും ഒക്കെ നൽകുന്നവരാണ്. കത്തീഡ്രൽ ഇടവകയിലെ എല്ലാ കുടുംബാംഗങ്ങളെയും, ഇടവക മുഴുവനെയും ഞാൻ ഏറെ സ്നേഹത്തോടും നന്ദിയോടും കൂടി ഓർക്കുന്നു. നമ്മുടെ ഈ പൗരോഹിത്യ സ്വീകരണ ശുശ്രൂഷയുടെ ആത്മീയമായ അനുഭവങ്ങളെല്ലാം സംരക്ഷിച്ചുകൊണ്ട് നമ്മെ എപ്പോഴും ഈ കാര്യങ്ങൾ സഹായിച്ചു കൊണ്ടിരിക്കുന്നത് നമ്മുടെ മേജർ അതിഭദ്രാസനത്തിൻ്റെ സഹായമെത്രാൻ അഭിയന്യ പോളികാർപ്പസ് പിതാവും വികാരി ജനറൽ വർക്കി ആറ്റുപുറത്തച്ഛനും തോമസ് കയ്യാലക്കലച്ഛനും ചാൻസലർ ബഹുമാനപ്പെട്ട ജോൺ കുറ്റിയിലച്ഛനും നമ്മുടെ ഫിനാൻസ് ഓഫീസറായ ബഹുമാനപ്പെട്ട ഷൈജു പുന്നമൂട്ടിലച്ഛനും അടങ്ങുന്ന ഒരു വലിയ ടീമാണ്. പട്ടാഭിഷേക ശുശ്രൂഷയുടെ കൃത്യമായ ആരാധനപരമായ നിഷ്ഠകൾ അത് പാലിച്ചുകൊണ്ട് ഈ കാര്യങ്ങൾ നടത്തുന്നതിന് നമ്മുടെ മൈനർ സെമിനാരിയിലെ റെക്ടറച്ഛനും അവിടെയുള്ള ടീം അംഗങ്ങളും ബഹുമാനപ്പെട്ട ജോൺ കുറ്റിയിലച്ഛനും നൽകുന്ന ഒരു നേതൃത്വം വളരെ ശ്ലാഘനീയമാണ്. പ്രാർത്ഥിച്ച് ഒരുങ്ങി അത് വലിയ സന്തോഷത്തോടുകൂടി ഈ ശുശ്രൂഷ ചെയ്യുന്നു. അതുകൊണ്ട് തന്നെ അതിൻ്റെ നടത്തിപ്പിൽ കുറവുകളൊന്നും വരാതെ ആത്മീയമായ ഒരു ചൈതന്യത്തിൽ ഈ ശുശ്രൂഷകൾ പൂർത്തിയാക്കുന്നതിന് എപ്പോഴും സാധിക്കുന്നു. നമ്മുടെ ഈ നവവൈദികർ അവർ പൂർണ്ണമായ വർജനയോടുകൂടിയാണ് ഈ ദിവസങ്ങളിലെല്ലാം കഴിഞ്ഞത്. അവരുടെ ക്രിസ്മസിൻ്റെ നോമ്പ് പലരുടെയും വീടിയിട്ടില്ല. ആ വർജന അന്ന് മുതൽ അവർ ഒരുക്കത്തോടുകൂടി നടത്തുകയായിരുന്നു. വലിയ തീക്ഷ്ണതയോട്. ഞാൻ ഇന്നലെ ചോദിച്ചു, വർജന അവസാനിക്കുമല്ലോ നാളെ എന്ന്. അപ്പോൾ പറഞ്ഞു, ഓരോരുത്തരുടെയും പുത്തൻ കുർബാന കഴിഞ്ഞതിന് ശേഷമാണ് ഓരോരുത്തരാണ് നോമ്പ് തുറക്കുന്നതെന്ന് പറഞ്ഞു. ഓരോരുത്തരുടെയും പുത്തൻ കുർബാന കഴിഞ്ഞിട്ടാണ് അത് വലിയ സന്തോഷത്തോടു കൂടിയുള്ള ഓർമ്മിക്കുവാൻ കഴിയുന്നത്. അതിനെല്ലാം ബലം നൽകുന്ന, ആത്മീയ ചൈതന്യം നൽകുന്ന പുരോഹിതന്മാർ, ആധ്യാത്മിക പിതാക്കന്മാർ, അത് വലിയ ബലമാണ്. പ്രിയപ്പെട്ട ജോൺ കുറ്റിയിലച്ഛനും പ്രിയപ്പെട്ട നമ്മുടെ സെമിനാരിയിലെ ഷീനച്ഛനും മറ്റെല്ലാ പ്രിയപ്പെട്ട അച്ഛന്മാർക്കും ഈ പട്ടാഭിഷേക ശുശ്രൂഷയിൽ എന്നോടൊപ്പം ത്രോണോസിനോട് ചേർന്ന് നിന്ന് സഹായിച്ച എല്ലാ പ്രിയപ്പെട്ട വൈദിക സഹോദരങ്ങളെയും ഞാൻ സന്തോഷത്തോടുകൂടി ഓർക്കുന്നു. ഈ നവവൈദികർക്ക് വേണ്ടി നിരന്തരമായി നിങ്ങൾ പ്രാർത്ഥിക്കണം. നമ്മുടെ ഇടവകയിലെ ബഹുമാനപ്പെട്ട നമ്മുടെ വികാരിയച്ഛന്മാർ,
അവർ വന്നിട്ടുണ്ട്. ഈ നമ്മുടെ ഇടവകയിലെ 7 ഇടവകയിലും നമ്മുടെ ഈ ശുശ്രൂഷകളെല്ലാം ഏറ്റവും ആത്മീയമായ ഒരുക്കത്തോടുകൂടി നടത്തുന്നതിന് ഈ കഴിഞ്ഞ ദിവസങ്ങളെല്ലാം പ്രാർത്ഥനയും ഒരുക്കവും അത് വളരെ കൃത്യമായി നടന്നു. നമ്മുടെ ഇടവകളിലും നമ്മുടെ വീടുകളിലുമെല്ലാം അതിൻ്റെ അനുഗ്രഹം തീർച്ചയായും നമ്മുടെ സഭയ്ക്ക് ആകമാനം ലഭിക്കും. ഈ വൈദികർക്ക് പ്രത്യേകമായി ലഭിക്കും. ഞാൻ പ്രിയപ്പെട്ട നമ്മുടെ എല്ലാ വികാരിയച്ഛന്മാരെയും ഏറെ സന്തോഷത്തോടുകൂടി ഓർക്കുന്നു. അവരെ ഞാനൊരിക്കൽ വിളിച്ചു, എല്ലാവരും ഒരുമിച്ച് വന്നിരുന്നു. അവരോട് പറഞ്ഞ നിർദ്ദേശങ്ങളെല്ലാം, പ്രത്യേകിച്ച് ആത്മീയ ഒരുക്കത്തിൻ്റെ കാര്യം, അതെല്ലാം ഏറ്റവും നിഷ്ഠാപരമായി ശുഷ്കാന്തിയോടുകൂടി അവർ ഏറ്റെടുത്ത് അത് സന്തോഷത്തോടെ നിർവഹിച്ചു. വലിയ ഒരു കൃപയുടെ സന്ദർഭമായി ഞാനതിനെയെല്ലാം കാണുന്നു. സെമിനാരിയിലേക്ക് ഇവരെ നയിച്ചവരും പ്രോത്സാഹിപ്പിച്ചവരുമായ ബഹുമാനപ്പെട്ട വൈദികർ ഇവിടെയുണ്ട്. നമ്മുടെ മേജർ അതിരൂപതയിലെയും നമ്മുടെ സഭയിലെ മറ്റ് ഭദ്രാസനങ്ങളിലെയും ഇവരോട് ബന്ധമുള്ള ബഹുമാനപ്പെട്ട വൈദികർ, അവിഭക്തമായ തിരുവനന്തപുരം മേജർ അതിരൂപതയുടെ വൈദിക കൂട്ടായ്മ, അതിൻ്റെ പ്രതിനിധികളെല്ലാം ഇവിടെ സന്നിഹിതരാണ്. ഇവരോടെല്ലാവരോടുമുള്ള പ്രത്യേകമായ സന്തോഷം അറിയിക്കുന്നു. ഔപചാരികമായ നന്ദിയിൽ അതൊക്കെയും ചിലപ്പോൾ ബഹുമാനപ്പെട്ട അച്ഛന്മാർ അത് പറഞ്ഞുകൊള്ളും. പ്രാർത്ഥിക്കുവാൻ ഒരുക്കത്തോടുകൂടി നമ്മളെ സഹായിച്ച ബഹുമാനപ്പെട്ട ബിനോയ് അച്ഛനോടും ബെനഡിക്റ്റ് അച്ഛനോടും കൂടെയുള്ള നമ്മുടെ എല്ലാ ശമ്മാശന്മാരോടും പ്രിയപ്പെട്ട സിസ്റ്റേഴ്സിനോടും പ്രത്യേകമായി ഞാൻ നമ്മുടെ സന്തോഷവും നന്ദിയും അറിയിക്കുന്നു. പ്രാർത്ഥിക്കുവാൻ ഞങ്ങളെ അനുവദിച്ചതിനും പ്രാർത്ഥിക്കാൻ കൂടെ നിന്നതിനും പ്രാർത്ഥനയ്ക്ക് തടസ്സം നിൽക്കാഞ്ഞതിനും പ്രത്യേകം ഞാൻ നന്ദി പറയുന്നു. കാരണം നിങ്ങളുടെ ആരാധനയിൽ ചേർന്ന് നിന്നുള്ള ആ വലിയ ഒരു കൃപ ആരാധനാ ജീവിതത്തെ ബലപ്പെടുത്തുന്നതാണ്. അതുപോലെ ഇതിന് സഹായിച്ചിട്ടുള്ള മറ്റ് സഹോദരങ്ങളെല്ലാം ദൈവകൃപയാൽ ഈ ശുശ്രൂഷയോട് സഹകരിച്ചു. അവരുടെ എല്ലാം പ്രയത്നങ്ങൾക്ക് ദൈവം പ്രതിഫലം നൽകട്ടെ എന്ന് പ്രത്യേകം ഞാൻ പ്രാർത്ഥിക്കുന്നു. എല്ലാ നന്മകളും നേരുന്നു. ഈ ദിവസങ്ങളിലൊക്കെ ഞങ്ങളുടെ ഇടവകളിൽ നമ്മുടെ പുത്തൻ കുർബാനയ്ക്ക് വേണ്ടി നമുക്ക് ഒരുമിച്ച് കൂടാം. നിങ്ങളുടെ കുടുംബങ്ങൾക്ക് പുതിയ ഈ അനുഭവം വെളിച്ചമായി എന്നും എന്നേക്കും പ്രകാശിക്കുന്ന വെളിച്ചമായി നിങ്ങളുടെ ഭവനങ്ങളിൽ നിങ്ങളോടൊപ്പം കൂടെ ഇരിക്കട്ടെ. മാതാപിതാക്കൾ നിങ്ങൾ ജീവിച്ചിരിക്കുമ്പോഴും നിങ്ങൾ കർത്താവിനോടൊപ്പം നിത്യമായി കഴിയുന്ന കാലത്തും നിങ്ങൾക്ക് വേണ്ടി ത്രോണോസിൽ കുരിശ് വരയ്ക്കാൻ നിങ്ങളുടെ ഒരു മകൻ കാപ്പയിട്ട് കുർബാന മധ്യേ ഉണ്ടാകും എന്നത് നിരന്തരമായി നിങ്ങൾക്കുള്ള ഒരു ഗ്യാരൻറ്റിയാണ്. അതാണ് നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിൻ്റെ വലിയ കൃപ. അതുകൊണ്ടാണ് നമ്മൾ പറഞ്ഞവസാനിപ്പിക്കുന്നത്. ഈ കുർബാന അനുഗ്രഹവും സമാധാനവും ബലിയും സ്തോത്രവുമാകുന്നു. ആമേൻ.